ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ്റർനാഷണൽ സിസ്റ്റം അനുസരിച്ച് നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ്. അതിൻ്റെ ഉത്തരം മീറ്റർ. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് സ്റ്റീൽ റൂൾ നിർമ്മിച്ചിരിക്കുന്നത്? സ്പ്രിംഗ് സ്റ്റീൽ കൊണ്ട്. എ ആണ് കറക്റ്റ് ആൻസർ. ഒരു മൈക്രോൺ എന്ന് പറയുന്നത് എത്ര മില്ലിമീറ്ററാണ്? 0.001 മില്ലിമീറ്ററാണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡോട്ട് പഞ്ചിൻ്റെ പോയിൻ്റ് ആംഗിൾ എത്രയാണ്? അതിൻ്റെ ഉത്തരം 60 ഡിഗ്രി. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റീൽ റൂളിൻ്റെ അക്യുറസി എത്ര മില്ലിമീറ്ററാണ്? അതിൻ്റെ ഉത്തരം 0.05 mm. അതിൻ്റെ ഉത്തരം 0.5 mm. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ക്രൈബർ ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്? സ്ക്രൈബർ എപ്പോഴും ഏത് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ കാർബൺ സ്റ്റീൽ. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോമ്പിനേഷൻ സെറ്റ് പ്രൊട്ടക്ടർ ഹെഡിൻ്റെ അക്യുറസി എത്ര ഡിഗ്രിയാണ്? ഇതിൻ്റെ ഉത്തരം 1 ഡിഗ്രി. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൽ ഏത് ഉപകരണമാണ് ടാൻഡം സർഫസിന് പാരലൽ ആയി ലെവൽ വരയ്ക്കാൻ ഉപയോഗിക്കുന്നത്? അതിൻ്റെ ഉത്തരം സർഫസ് ഗേജ്. ഡി ആണ് കറക്റ്റ് ആൻസർ. വി ബ്ലോക്കിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയാണ്? ശരിയായ ഉത്തരം 90 ഡിഗ്രി. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാർക്കിംഗ് ടേബിളിൽ സർഫസ് എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്? ടേബിൾ ഏത് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്? കാസ്റ്റ് അയൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാമറിൻ്റെ ഏത് ഭാഗമാണ് ഹാർഡനിങ് ചെയ്തിട്ടുള്ളത്? ശരിയായ ഉത്തരം പിൻ. ബി ആണ് കറക്റ്റ് ആൻസർ. ഹെഡും ഹാർഡനിങ് ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് ഭാഗത്തിൻ്റെ വീതി അടിസ്ഥാനമാക്കിയാണ് ബെഞ്ച് വൈസിൻ്റെ വലുപ്പം കണക്കാക്കുന്നത്? അതിൻ്റെ ഉത്തരം ജോസിൻ്റെ. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൽ ഏത് ഉപകരണമാണ് സാധാരണയായി ജോബിൻ്റെ സ്ക്വയർനെസ് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? അതിൻ്റെ ഉത്തരം ട്രൈ സ്ക്വയർ. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൗണ്ട് ആകൃതിയിലുള്ള മെറ്റൽ, ട്യൂബ്, പൈപ്പ് എന്നിവ ഹോൾഡ് ചെയ്യുവാൻ ഏത് ടൈപ്പ് വൈസാണ് ഉപയോഗിക്കുന്നത്? അതിൻ്റെ ഉത്തരം പൈപ്പ് വൈസ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാമറിൻ്റെ സ്ട്രൈക്കിംഗ് പോർഷൻ അറിയപ്പെടുന്ന പേര്? അതിൻ്റെ ഉത്തരം ഫേസ് എന്ന്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാമറിൻ്റെ മധ്യഭാഗത്തെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? അതിൻ്റെ ഉത്തരം ചീക്ക് എന്ന്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് പഞ്ച് നിർമ്മിച്ചിരിക്കുന്നത്? അതിൻ്റെ ഉത്തരം ഹൈ കാർബൺ സ്റ്റീൽ. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൗണ്ട് ബാറിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന കാലിബർ? അതിൻ്റെ ഉത്തരം ജെന്നി കാലിബർ. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സർക്കിളിൻ്റെ 1/4 എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? ഒരു സർക്കിൾ എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രിയാണ്. അതിൻ്റെ 4 ഭാഗം പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രി. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെട്രിക് സിസ്റ്റത്തിൽ ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് എന്താണ്? മെറ്റീരിയൽ എതിലാണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കെൽവിനിലാണ് പറയുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫയലിൻ്റെ ഫേസിലെ ടീത്ത് ഇല്ലാത്ത പോർഷനെ അറിയപ്പെടുന്ന പേര്? നമ്മൾ എന്താ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഫയൽ ഹീൽസ് എന്നാണ് പറയുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. ഫയൽ എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്? അതിൻ്റെ ഉത്തരം ഹൈ കാർബൺ സ്റ്റീൽ. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൽ ഏത് ടൈപ്പ് ഫയലാണ് തടിയും ലെതറും ഫയൽ ചെയ്യുവാൻ ഉപയോഗിക്കുന്നത്? അതിൻ്റെ ഉത്തരം റാസ്പ് കട്ട് ഫയൽ. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓയിൽ ഗ്രൂവ്സ് കട്ട് ചെയ്യാൻ ഏത് ടൈപ്പ് ചിസലാണ് ഉപയോഗിക്കുന്നത്? അതിൻ്റെ ഉത്തരം ഹാഫ് റൗണ്ട് ചിസൽസ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചിസലിൻ്റെ ടോപ്പ് ഫേസിനെയും കട്ടിംഗ് പോയിൻറ്റിനെയും ഇടയ്ക്കുള്ള ആംഗിളിനെ അറിയപ്പെടുന്ന പേര്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പെഷ്യൽ ഫയലുകളിൽ ഫിഷ് ബ്ലാക്ക് ഫയൽ എന്നറിയപ്പെടുന്ന ഫയൽ ഏതാണ്? അതിൻ്റെ ഉത്തരം ക്രോസിംഗ് ഫയൽ. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാക്സോ ഫ്രെയിമിൽ ബ്ലേഡ് ടൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നട്ടിൻ്റെ പേരെന്ത്? അതിൻ്റെ ഉത്തരം വിങ് നട്ട്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓർഡിനറി ഡെപ്ത് ഗേജിൻ്റെ അക്യുറസി എത്രയാണ്? അതിൻ്റെ ഉത്തരം 0.5 mm. ബി ആണ് കറക്റ്റ് ആൻസർ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രില്ലിംഗ് മെഷീനിലെ ടാപ്പർ ഷങ്ക് ഏതു തരം ടാപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്? അതിൻ്റെ ഉത്തരം മൂസ് ടാപ്പർ. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കമ്പോണൻറ്റിൽ ഇൻറ്റേർണൽ ത്രെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ടാപ്പ് സെറ്റാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഇൻറ്റേർണൽ ത്രെഡ് ആയതുകൊണ്ട് എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റാൻഡേർഡ് ട്വിസ്റ്റ് ഡ്രില്ലിൽ പോയിൻ്റ് ആംഗിൾ എത്രയാണ്? അതിൻ്റെ ഉത്തരം 118 ഡിഗ്രിയാണ്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു മൈക്രോമീറ്ററിൻ്റെ അക്യുറസി എത്രയാണ്? അതിൻ്റെ ഉത്തരം 0.01 mm. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഔട്ട്സൈഡ് മൈക്രോമീറ്ററിൻ്റെ ഹാൻഡ് ഏതു തരം മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്? അതിൻ്റെ ഉത്തരം അലോയ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാസ് പ്രൊഡക്ഷനിൽ തിൻ ആൻഡ് സോഫ്റ്റ് വർക്ക് പീസ് ഡ്രിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡ്രിൽ ജിഗ് ഏതാണ്? അതിൻ്റെ ഉത്തരം സാൻഡ്വിച്ച് ജിഗ്സ് ആണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വർക്ക് പീസ് പൊസിഷൻ ചെയ്യാനും കട്ടിംഗ് ടൂൾ ഗൈഡ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഇക്വിപ്മെൻറ്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതായത് പൊസിഷനും ചെയ്യണം ഗൈഡും ചെയ്യണം. ഇത് രണ്ടും ചെയ്യുന്നത് ഏതാണ്? ജിഗാണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻസ്പെക്ഷൻ പർപ്പസിന് ഏത് ഗ്രേഡ് സ്ലിപ്പ് ഗേജ് ആണ് ഉപയോഗിക്കുന്നത്? അതിൻ്റെ ഉത്തരം ഗ്രേഡ് 0 അക്യുറസി ഉള്ളത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വെർനിയർ കാലിബറിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ്? അതിൻ്റെ ഉത്തരം 0.02 mm. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഞ്ചിനീയറിംഗ് മേഖലയിൽ സൈൻ ബാർ എന്തിന് ഉപയോഗിക്കുന്നു? അതിൻ്റെ ഉത്തരം ആംഗിൾ അളക്കുവാൻ. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കമ്പോണൻ്റ് എല്ലാ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം അളക്കുമ്പോൾ കിട്ടുന്ന സൈസിനെ അറിയപ്പെടുന്ന പേര്? അതിൻ്റെ പേര് ആക്ച്വൽ സൈസ് എന്നാണ്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, BI സിസ്റ്റം അനുസരിച്ച് എത്ര ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ ആണ് ഉള്ളത്? അതിൻ്റെ ഉത്തരം 25. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രീക്വൻ്റായി അഡ്ജസ്റ്റ് ചെയ്യുകയും റിമൂവ് ചെയ്യുകയും ചെയ്യുന്ന പോർഷനിൽ ഉപയോഗിക്കുന്ന നട്ട് ഏതാണ്? അതിൻ്റെ ഉത്തരം വിങ് നട്ട്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇരു സൈഡിലും ത്രെഡ് വരുന്ന ബോൾട്ട് ഏതാണ്? അതിൻ്റെ ഉത്തരം സ്റ്റഡ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഡ്രൈവിൽ ഷാഫ്റ്റുകൾ തമ്മിലുള്ള അകലം വളരെ കുറവാണെങ്കിൽ ഏതുതരം ബെൽറ്റ് ആണ് ഉപയോഗിക്കുന്നത്? അതിൻ്റെ ഉത്തരം വി ബെൽറ്റ്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഡസ്ട്രിയൽ പർപ്പസിന് ബെൽറ്റ് ജോയിൻറ്റ് ചെയ്യുവാൻ ഏതുതരം ബെൽറ്റ് ഫാസ്റ്റർ ആണ് ഉപയോഗിക്കുന്നത്? അതിൻ്റെ ഉത്തരം അലിഗേറ്റർ ടൈപ്പ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോഫ്റ്റ് സോൾഡറിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എത്ര? അതിൻ്റെ ഉത്തരം 450 ഡിഗ്രി. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹെവി ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ വർക്കുകൾക്ക് ഉപയോഗിക്കുന്നത് ഏതുതരം റിവെറ്റാണ്? അതിൻ്റെ ഉത്തരം പാൻ ഹെഡ്. എ ആണ് കറക്റ്റ് ആൻസർ. സാധാരണയായി വി പുള്ളി ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്? അതിൻ്റെ ഉത്തരം കാസ്റ്റ് അയൺ. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റാൻഡേർഡ് ടാപ്പർ പിൻ ഉപയോഗിച്ചിരിക്കുന്നത് ടാപ്പർ റേഷ്യോ എത്രയാണ്? അതായത് സ്റ്റാൻഡേർഡ് ടാപ്പർ പിന്നിൽ ഉപയോഗിച്ചിരിക്കുന്ന ടാപ്പർ റേഷ്യോ എത്രയാണ്? 1:50. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻറ്റി ഫ്രിക്ഷൻ ബോൾ ബിയറിങ്ങിൽ റോളിംഗ് എലമെൻറ്റിനെ സെപ്പറേറ്റ് ചെയ്തു സീറ്റിംഗ് ആക്കാൻ ഉപയോഗിക്കുന്ന പാർട്ട് ഏതാണ്? അതിൻ്റെ ഉത്തരം കേജ് ആണ്. ഡി ആണ് കറക്റ്റ് ആൻസർ.